ബീഫ് കറി വന്നിട്ടുണ്ട്, നല്ല മുരിഞ്ഞ പഴംപൊരി വന്നിട്ടുണ്ട്. ആലോചിച്ചോക്കാ സീൻ, പി പി ഊതി കാറ്റാടി പിടിച്ചോണ്ട് ഓടുന്നു. ഒരു കാലം 15 മിനിറ്റ് എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങിയിട്ട് ലാസ്റ്റ് എഴുതേക്കുമ്പോ രാത്രി 10 മണിയാവും. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. കുറേ കാലത്തിന് ശേഷം ഞാനും ജഫ്രിനും ഒരു ചെറിയ ട്രിപ്പിന് പോവാണ്. അന്തൊരു ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് വീക്കെൻഡ് ബിസിയാണ്. സോ ഞാനും ജഫ്രിനും ഇത്തവണ ഞങ്ങൾ ഏറ്റവും അടുത്ത് വേഗം പോയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം, കാരണം ഒരു ദിവസമേ സമയമുള്ളൂ, തൃശ്ശൂരിൻ്റെ എക്സിബിഷനൊക്കെ വരുവാണല്ലോ. സോ ഞങ്ങൾ വാഗമണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ വാഗമണിലേക്ക് നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഉള്ള 2-3 സ്ഥലം ഭയങ്കര എക്സ്പെൻസീവ്, അല്ലെങ്കിൽ ഭയങ്കര പൊട്ട റേറ്റിംഗ്. ഇത് രണ്ടിൻ്റെ ഇടയിൽ ഒരു പുതിയതായിട്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു, ഒരു ഹോം സ്റ്റേ കണ്ടു മേക്ക് മൈ ട്രിപ്പിൽ. അതിൻ്റെ ഡീറ്റെയിൽസ് അത് നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും കാണിച്ചില്ലേ പറ്റും. ഇന്നത്തെ വ്ളോഗിൽ വേറെ ഒന്നുമില്ല, വാഗമണാണല്ലോ കണ്ടത്. സോ അങ്ങോട്ട് പോവാണ്. നല്ലതാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അവിടെ താമസിക്കാനായിട്ട്, കാരണം ഓണം ഹോളിഡേയ്സ് ഒക്കെ വരുവാണല്ലോ. സോ ആദ്യമേ ജഫ്രിൻ്റെ വീട്ടിലാണ്, അവിടെ നിന്ന് പോയി പിക്ക് ചെയ്ത് ആ വഴിയാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവിടെ പോയി പിക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര, ഞാൻ കഴിക്കാത്തൊരു സാധനമാണ് സത്യം പറഞ്ഞാൽ പഴംപൊരി. പക്ഷേ ഭയങ്കര ഇഷ്ടമായൊരു പഴംപൊരി സ്ഥലമുണ്ട്, പാലയിലാന്ന് തോന്നുന്നു. പറ്റുമെങ്കിൽ അതും കഴിച്ചിട്ട് സ്ട്രേറ്റ് വാഗമൺ. ദേ നിൽക്കുന്ന ആള് വലിയ ആളെപ്പല്ല ഷർട്ടൊക്കെ ഇട്ടോണ്ട് വരുന്നത്. എന്തായി ബാഗൊക്കെ ഇവിടെ, ഡ്രസ്സൊക്കെ ഇവിടെ കാണണം. പറഞ്ഞതുപോലെ നമ്മള് വാഗമൺ മിക്കാറും നാളത്തേക്ക് എത്തുള്ളൂ. പോകുന്ന വഴിക്ക് കടകൾ കഴിച്ച് പോവാന്നുള്ള ഒരു പ്ലാനിലാണ്. അതെ, പക്ഷെ ഇങ്ങനെ നിർത്തി പോയാൽ എപ്പോ എത്തും അറിയില്ല, പറ്റില്ല. ഇതിന്റെ ഓർമ്മ എനിക്ക് ഇപ്പോഴും നിൽക്കുന്നുണ്ട് മനസ്സിൽ. ഒയ്യോ, അതെ, വാഗമണില് ഒയ്യോ ഭയങ്കരമാണ്. സോ ഇത്തവണയും അതുപോലത്തെ ക്വാളിറ്റി ഉണ്ടോ നോക്കാം. എനിക്ക് ആ ക്രിസ്പിനെസ് ആണ് ആ പഴംപൊരിയുടെ ഓർമ്മ വരുന്നത്. ഇവിടെ അടുത്ത് തന്നെ ഇരിക്കുവാണ് നല്ല പൊരിഞ്ഞ പഴംപൊരി, പോർക്ക് ഫ്രൈ, ബീഫ് കറി, ചായ. വന്നല്ലോ, ബീഫ് കറി വന്നിട്ടുണ്ട്, നല്ല മുരിഞ്ഞ പഴംപൊരി വന്നിട്ടുണ്ട്. ക്രിസ്പാണോ? പിന്നെ മതി. നല്ല ബീഫും ആ മുരിഞ്ഞ പഴംപൊരി. ജഫ്രിൻ തന്നെ കുറച്ച് കഴിച്ചു നോക്കി, ഒന്നും കൂടെ എടുത്ത് കടിച്ച്. ഓക്കെ, എങ്ങനെയുണ്ട് പ്രിയ? വീക്ക്നെസ് ആയി പോവോ പഴംപൊരി കഴിച്ചാ? പോർക്ക് ഫ്രൈയും വന്നിട്ടുണ്ട്. കൊടുക്കരുതല്ലേ, പിന്നെ ഇങ്ങോട്ട് വരണം എന്ന് പറയും. നോക്കട്ടെ. ഓ, എങ്ങനെ ഇത്രയും പൊടിഞ്ഞിരിക്കുന്നല്ലേ? അടിപൊളി. കുറച്ച് പോർക്ക് ഫ്രൈയും. ഓ, പോർക്ക് കഴിച്ചോ? നല്ല എരിവുള്ള കിടിലൻ റോസ് പോക്ക്. ഈ പഴംപൊരി ഒന്ന് ബീഫിൽ മുക്കി ഒരു പീസും കൂടി എടുത്ത്. I never had a beef and പഴംപൊരി combination this good. പഴംപൊരി മാത്രം, എക്സാഗ്രേഷൻ അല്ല, ഒരു 10 എണ്ണം കഴിക്കാം. 10 എണ്ണം കഴിക്കാം ഈ വലിയ പഴംപൊരി. ഈ പോർക്കിന്റെ ഫാൻ ആണെങ്കിലും ഇതിന്റെ കൂടെ മാച്ച് ഇത് തന്നെ അല്ലേ? ഇത് തന്നെ, ഇത് വെറുതെ നമുക്ക് സൈഡ് ടച്ചിങ് സൈഡ് കഴിക്കാം. പക്ഷെ ഈ മുരിഞ്ഞ പഴംപൊരി, look at the color. ബീഫാണോ അല്ലേ? അത്ര സോഫ്റ്റ് ഒന്നും അല്ല ബീഫ്, പക്ഷെ ഫ്ലേവർ വൈസ് ഇതിന്റെ കൂടെ പറ്റിയ സംഭവം. അപ്പോൾ ഒന്നും കൂടെ ലാസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് കൊതിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്തേക്ക് റൂമാണോ അതോ ലഞ്ചിന് നിർത്തുമോ? നമുക്ക് നോക്കാം, വയറെന്ത് പറയുന്നത് അതിനനുസരിച്ച് മൂവ് ചെയ്യാം. മിക്കാറ് ലഞ്ചിനായിരിക്കും, നോക്കിക്കോ. റൂം വൈകുന്നേരം എത്തുമ്പോൾ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് കണ്ടോ. പോർക്കും പഴംപൊരി.
ഇങ്ങനെ കൊതിപ്പിക്കില്ലല്ലോ. ഇരിക്കട്ടെ, നമുക്ക് വേറെ അങ്ങനത്തെ സഹായങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തിനാ ഇത് തീർക്കണ്ടേത്? ഇത് ഇതില് തീർത്തു. ആ അപ്പൊ ഇതിന് തീർക്കണ്ടേത്? അത് തീർക്കണം. അതിനാണോ? ആ വിശന്നിട്ടല്ലോ. തീർക്കാൻ വേണ്ടിട്ട്. ഈ ബീഫ് കറി തീർക്കാൻ വേണ്ടിയാണ് ജെഫ്രിൻ അപ്പം വാങ്ങുന്നത്, വിശന്നിട്ടേ അല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഏകദേശം ഒരു എത്ര നാളായി നമ്മള് പോയിട്ട്? ഇങ്ങനെ പോയിട്ടല്ലേ ആ. കൊറേ നാളായി. അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് യാത്രയാണ്. കുറെ യാത്രകളുടെ തുടക്കം ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കൂടെ ഉള്ള ഒരു യാത്രയാണ്. അതിന്റെ മറ്റേ അതൊരു ലൈവ് ചെയ്യണം, അത് ചെയ്യാം. എന്നിട്ട് ആൾക്കാർ ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രം പോകും, അതെ, ഇല്ലെങ്കിൽ പോകുന്നില്ല കേട്ടാ. കേട്ടല്ലോ? അത്ര എന്ന് പറയൂല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റ് ആയിട്ട് പോവാൻ പറ്റിയത് ഏറ്റവും നല്ല റോഡ് ഉള്ളത് എറണാകുളം ടു വാഗമണായിരിക്കും. അല്ല, ഒരു കുഴപ്പമില്ല, വലിയ ട്രാഫിക്കും ഇല്ല. ആ സമയത്ത് അത്യാവശ്യം നല്ല റോഡും ആണ്, പെട്ടെന്ന് എത്തുകയും ചെയ്യാം. എറണാകുളത്ത് നിന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഇപ്പത്തേക്ക് പോകാനായിട്ട് വാഗമൺ തന്നെ. മൂന്നാർ പക്ഷെ എനിക്ക് റോഡ് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. വേറെ റൂട്ടാണ്. ആ വേറെ റൂട്ടാ. ഞങ്ങളെ ഇവിടുന്ന് ഇപ്പം എറണാകുളത്ത് നമ്മൾ പോയിട്ട് ഇവിടം വരെ എത്തിയില്ലേ? ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ്. നോക്ക്, ഈ വ്യൂ തന്നെ നോക്ക്. അത് തൊപ്പിയുള്ളതെന്ന് കാണാൻ പറ്റില്ല. ഓക്കെ, നോക്ക്. പക്ഷെ നമുക്കൊരു ടോയ്ലറ്റിൽ പോകുമ്പോൾ സൗകര്യമോ അതിനുള്ള ഒരു ക്വാളിറ്റി റെസ്റ്റോറൻറ്റോ ഇവിടെ എവിടെയും കണ്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ എന്തോരം പിന്നോക്കാന്ന്. കേരളം നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എല്ലാം ഉണ്ടായിട്ടും ഒരു നല്ല വാഷ്റൂമിൽ പോകണമെങ്കിൽ നിർത്താൻ സ്ഥലമില്ല. അതും ഇത്രയും നല്ല വാഗമൺ എന്ന് പറയുന്ന ഏറ്റവും പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നായ ഒരു സ്ഥലമാണ്, എന്നിട്ട് അതിന് പോലും സൗകര്യമില്ല. വെരി സാഡ്. നോ, ഇത്രയും ബാക്കിയുള്ള എല്ലാം ദൈവമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്, നമ്മളായിട്ട് ഇതിനെ ബെറ്റർ ആക്കുന്നില്ല. അതാണ് പറ്റിപ്പോയത്. അതാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഒരു തണുപ്പൊക്കെ എത്തി തുടങ്ങി, ഫീൽ ചെയ്യാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് നമ്മളിവിടെ ഒരു നല്ല ഒരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ് കണ്ട് കയറുന്നത്. തേയില റെസ്റ്റോറൻ്റ് ആണ് പേര്. EV ചാർജ് കൊണ്ട് നമ്മൾ എപ്പോഴും എപ്പോഴും കയറുന്ന അല്ല, ഓപ്പൺ കിച്ചൺ. അതാ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല. സോ ഞങ്ങൾ ഓപ്പൺ കിച്ചൺ, നമ്മളിപ്പം എനിക്ക് തോന്നുന്നു വാഗമൺ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റ് ആണ്. അത് ഞാൻ രാത്രി വല്ലതും കാണിച്ചു തരാം, കാരണം അത് 24 hours ആ. അപ്പൊ രാത്രി 1 മണിയൊക്കെ ആകുമ്പോ ഇറങ്ങാം തണുപ്പത്ത്. 24 hours ആ. അപ്പൊ അത് രാത്രി കാണിക്കാം. പക്ഷെ ഇപ്പൊ നമുക്ക് തേയില റെസ്റ്റോറന്റിൽ പോകാം, കാരണം നല്ല ആംബിയൻസ് ആണ്. ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു ഗോൾഡൻ റിട്രീവർ ഉണ്ട് ഇവിടെ. നല്ല ഒരു യൂറോപ്യൻ സ്റ്റൈൽ ആംബിയൻസ് ഉള്ള റെസ്റ്റോറന്റ് ആണ്. ഇതേ ഒരു ഗോൾഡൻ റിട്രീവർ അവിടെ ഇരിക്കുന്നത്. ഇവിടുത്തെ ഡെസേർട്ടിന്റെ വെറൈറ്റി കാണുമ്പോൾ തന്നെ ഐ തിങ്ക് ദ ക്വാളിറ്റി ഈസ് ഗോയിങ് ടു ബി റിയലി അമേസിംഗ്. ഒരിക്കലും കാണാത്ത, എറണാകുളത്ത് പോലും കാണാത്ത ഐറ്റംസ് ഒക്കെ ഇവിടെ കാണുന്നത്. അന്ന് എന്തായാലും ഇവിടെ തന്നെ കഴിക്കാം. ഇവിടെ ആക്ച്വലി മെനുവിൽ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. എനിക്ക് ബർഗർ മതി, പാസ്താസ്, കോണ്ടിനെന്റൽ ഫുഡ്, എനിക്കൊന്നും അങ്ങനത്തെ ഐറ്റം, റൈസ്, നൂഡിൽസ് എല്ലാം ഉണ്ട്. സോ എനിക്ക് അത് സാധാരണ ബർഗർ ഒന്നും കഴിക്കാത്ത ആളാണല്ലോ. റൈസും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടാണോ ബർഗർ? പ്രോട്ടീൻ ആണല്ലോ. അതെ, അകത്തും ഇരിക്കാൻ സ്ഥലമുണ്ട്, വെളിയിലും ഇരിക്കാൻ സ്ഥലമുണ്ട്. രണ്ടിടത്തും നല്ല ആംബിയൻസ്. വെളിയിൽ ഇരിക്കാനാണ് ഏതാ ചൂണ്ട, സൈഡിൽ വെള്ളമുണ്ട്, നല്ല കിട്ടുന്ന ആംബിയൻസ്. ഒന്നും പറയില്ല. ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ മതി, എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അതെ. അപ്പൊ അതെ, ബർഗർ വന്നിട്ടുണ്ട്. പാറ്റി പ്രോപ്പർ ബീഫാണ്, ചീസ് ഉണ്ട്, കുറച്ച് വെജസ്, നല്ല ബ്രെഡ്. ബട്ട് ക്വാണ്ടിറ്റി വൈസ് കാണുമ്പോൾ കുറച്ച് സ്മോൾ ആണ്. ബിക്കോസ് യു പേയിങ് അറൌണ്ട് 400 ഇതിന്. 400 ഉണ്ട്. ബട്ട് വി എക്സ്പെക്ട് ഹിൽ സ്റ്റേഷനിൽ ഒരു കുറച്ച് റേറ്റ് കൂടി, പക്ഷെ ഇത്രയും ഹൈജീനും ആംബിയൻസ് ഒക്കെ ഇല്ലേ. സോ ദാറ്റ്സ് ഓക്കെ. ടേസ്റ്റും കൂടി ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ബർഗർ ആക്ച്വലി ഇറ്റ് ലുക്സ് വെരി ഗുഡ്. കാരണം ഇത് കണ്ട, ഇതിൽ മറ്റേ ഈ ഓണിയൻസ് ഒക്കെ നല്ല കാരമലൈസ്ഡ് ഓണിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ബാഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല.
ഞങ്ങളുടെ ഒരു ബർഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർഗർ ജംഗ്ഷൻ ഇതൊക്കെയാണ് ബെസ്റ്റ് ബർഗേഴ്സ്. അതിന്റെ തൊട്ട് താഴെ പക്ഷെ മച്ച് ബെറ്റർ ദാൻ ഓൾ ദീസ് മെക്ഡോണൽഡ്സ്, KFC അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാട്ടി മച്ച് ബെറ്റർ. പാറ്റീസ് ലൈക്ക് മിൻറ്റ് മീറ്റിന്റെ പാറ്റിയാണ്, നല്ല ചീസുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ഗുഡ് ബർഗർ. എബവ് ആവറേജും അല്ല ബാഡും അല്ല. ബട്ട് ഐ തിങ്ക് സോ ഇങ്ങനത്തെ സ്ഥലത്ത് ഇങ്ങനത്തെ ഫുഡ് കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്, അതും ഈ ക്വാളിറ്റിയിൽ. ഇതിൽ കൂടെ കയറ്റിക്കൊണ്ട് പോകണമല്ലോ ഇത്. ഏത് കയറും പിന്നെ പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും പോണ്ടത് നേരെ. ഇത് തന്നെയാണ്. വേറെ വല്ല വഴിയുണ്ടോ ചോദിക്കട്ടെ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ശരിക്കും അൺഎക്സ്പെക്റ്റഡ്. ഐ എം ഷുവർ യു ഗൈസ് വിൽ ലവ് ദിസ്. You guys will love this space if you are looking for privacy, calm and peace. ഞാൻ ഒന്ന് കയറി കണ്ടു, ഇനി ഞാൻ നിങ്ങളെ കാണിക്കാം. ഇറ്റ് ഇസ് ട്രൂലി ഹിഡൻ ജം. ഒരു വർഷം കഷ്ടിച്ചാവുന്നു എന്നുള്ളതെന്ന് പറയാം ചേച്ചി. ഹോം സ്റ്റേ ആണ്, ക്ലൗഡ് സ്റ്റേ എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ ആണ്. ആൻഡ് എനിക്ക് വന്നത് 3,000 റുപ്പീസിന് അടുപ്പിച്ചാണ് വന്നത് 2 പേർക്ക്, എനിക്കും ജഫ്രിനും കൂടെ. സോ ഞാൻ റൂം കാണിക്കാം. ഇതാണ് ആക്ച്വലി റൂം. കണ്ടു കഴിഞ്ഞാൽ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ, പക്ഷെ അകം പോയി കഴിയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി റിയലി ഗുഡ് ആൻഡ് നല്ല വ്യൂ പോയിന്റുമാണ്. ചേച്ചി അവിടെ ഉണ്ട്. ഇതാണ് ആക്ച്വലി ഓണേഴ്സിൻ്റെ വീട്. ഇതിൻ്റെ അടിയിൽ 2 റൂമുണ്ട്, അതൊന്നും എടുക്കരുത്. നേരെ മേളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ഇതുപോലത്തെ ഒരു സിറ്റ് ഔട്ട് അല്ല, നമ്മുടെ ഒരു എന്താ പറയുക ചെരുപ്പൊക്കെ ഇടാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ കംപ്ലീറ്റ് വുഡൻ ഫ്ലോറിങ്. എങ്ങനെയുണ്ട് ഡിസ്കവറി? അടിപൊളിയല്ലേ? ലൈറ്റ് ഒന്നും ഇല്ലേ? ആ ചേച്ചി മെയിൻ സ്വിച്ച് ഓൺ ചെയ്യണമെന്ന്. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വലിയ ബെഡ്റൂം സ്പേസ് ഉണ്ട്. AC ഉണ്ട്, കാരണം ഓബ്വിയസ്ലി ആഫ്റ്റർനൂൺസ് ഇറ്റ് ഗെറ്റ്സ് ഹോട്ട് ചെയ്യുക. നല്ല ഒരു സിമ്പിൾ ലേ ഔട്ടാണ്, ഒരു യൂറോപ്യൻ ടച്ചിൽ ചെയ്ത് മിനിമലിസ്റ്റ് ആയിട്ട്. പിന്നെ ഇതുപോലെ അതെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ ഹോം ഡെലിവറി ചെയ്യും ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന്. ഓപ്പൺ കിച്ചണൊക്കെ ഒരു ഹാങ്ങറിൻ്റെ ഒക്കെ ഏരിയ ഉണ്ട്. പക്ഷെ മെയിൻ തിങ് എന്താണെന്ന് അറിയോ? 1 2 അയ്യടാ, ഇതിനാണ് നമുക്ക് ഇവിടെ വരേണ്ടത്. ഇങ്ങനെ കപ്പലണ്ടിയും കഴിച്ച് അല്ലേ? അതിൻ്റെ കൂടെ നല്ല ഒരു ലാമ്പ് ഷെയ്ഡ്സ് ഒക്കെ വെച്ച് ബ്യൂട്ടിഫുൾ പനോറാമിക് വ്യൂ ഉണ്ട്. ഇതൊന്നും അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇതേ ഇവിടെ ഇരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ കർട്ടൻ മാറ്റിയിട്ട് നമുക്കിതേ ബെഡ്റൂമിൽ നിന്ന് തന്നെ വ്യൂ ഉണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ മറ്റേ ടീ, കോഫി, കെറ്റിൽസ്, ക്ലീൻ ഗ്ലാസസ് എല്ലാം വെച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി നല്ല അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്റൂമും ഉണ്ട്. സോ ഐ തിങ്ക് സോ ഇറ്റ്സ് എ റിയലി ഗുഡ് പ്ലേസ് ടു സ്റ്റേ ഇൻ ദിസ് ബഡ്ജറ്റ് ഓഫ് 2,500-3,000 റുപ്പീസിന്. ടവൽസും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി കുറച്ചേരം വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്ന് വെളിയിലേക്ക് ഇറങ്ങാനാണ് പ്ലാന്. എന്താ ആശാൻ ഫോണിലാന്ന് തോന്നുന്നു കേട്ടാ, എന്നോട് ഇപ്പൊ വരല്ലേ ഇത്. അതെ 15 മിനിറ്റ് എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങിയിട്ട് ലാസ്റ്റ് എഴുതേക്കുമ്പോ രാത്രി 10 മണിയാവും. ഓക്കെ ഗൈസ്, ഒരു അരമണിക്കൂർ കറക്റ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്ത് ഞാൻ കറക്റ്റ് ജഫ്രിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഇനിയിപ്പോ നേരെ നമ്മൾ ഇവിടെ ഒന്ന് കറങ്ങാൻ പോവാണ്, ഒരു കോഫി കുടിക്കാൻ പോവാന്ന്. എന്ത് ഞാൻ കറക്റ്റ് ആയിട്ട് വിളിച്ച് എഴുന്നേൽപ്പിച്ചു. കാണുന്ന എല്ലാവർക്കും അതിന്റെ സത്യാവസ്ഥ അറിയാം. എന്തായാലും ജസ്റ്റ് ഞാനും ജഫ്രിനും മിണ്ടാതിരുന്ന ഇവിടുത്തെ സൗണ്ട് നോക്കിക്കോട്ടാ. ഇതാണ് ഇവിടെ. ഇപ്പം വെതറൊക്കെ ആക്ച്വലി കുറേ ബെറ്ററായി. ആൻഡ് വാഗമണിൽ നമ്മൾ മെയിൻ ആയിട്ട് എനിക്കത് കുട്ടിക്കാനെ കൂടുതൽ മിസ്റ്റാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വരേണ്ടത്. സോ എനിക്ക് ഇപ്പം മിസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ജഫറിനോട് ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ കണ്ടുന്ന്. ചെറിയൊരു തണുപ്പ്. ആ, എന്തൊക്കെയോ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടത്. ആ, പിന്നെ മറ്റേ PP വേണമെന്ന് പറഞ്ഞ് PP ഒതുക്കൊണ്ട് കാറ്റാടി പിടിച്ചോണ്ട് PP ഒതുക്കൊണ്ട് ഓടണം. ആലോചിച്ച് നോക്കാം സീൻ. PP ഊതി കാറ്റാടി പിടിച്ചോണ്ട് ഓടുന്നു ആയിരുന്നു ഒരു കാലം. എനിക്ക് തോന്നുന്നു ഞാനും പ്രിയ ഇവിടെ വന്നിട്ടുണ്ടെന്ന് കണ്ടിട്ട്. അതിന്റെ അകത്ത് ഐസ്ക്രീം ഒക്കെ കിട്ടുന്ന ഒരു കടയുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങള് തന്നെ പോലെ അല്ല. ഇത് ആക്ച്വലി ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ആണ്. വേറെ എനിക്ക് പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ഹെറിറ്റേജ് ഒന്നുമില്ല.
നല്ല സൺസെറ്റ് കാണാനും കുറച്ച് മിസ്റ്റും അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ടും പിന്നെ ഇവിടെ ഒരു കഫറ്റേരിയ ഉണ്ട് ചെറുതായിട്ട് ആൻഡ് റെസ്റ്റ് റൂംസും ഉണ്ട്. പിന്നെ എനിക്കൊന്ന് അതിൽ കൂടെ പോയാൽ ഒരു വ്യൂ പോയിന്റും ഉണ്ട്. ഞാൻ മറ്റേ ഇത് തരാം, മറ്റേ ക്യാമറ സിപ്പ് ലൈനിൽ പോകുമ്പോ തലയെ പിടിപ്പിച്ചു തരാം. പോ, തനിക്കല്ലേ അഡ്വഞ്ചർ റൈഡൊക്കെ പോകാൻ ഇഷ്ടം. ഇത് കണ്ടിട്ട് ചെറിയ വള്ളിയാ. ഇവിടെ സിപ്പ് ലൈനും ഉണ്ട്. ഇവിടെ മുകളിലത് ഒരു വ്യൂ പോയിന്റ് ആണ്. ആ വ്യൂ പോയിന്റ് എങ്കിലും പോയി കാണാം. ഇവിടെ മുകളിൽ വന്നാലും വലിയ വ്യൂ ഒന്നും ഇല്ല കേട്ടാ. അതിന് മിസ്റ്റ് കൊണ്ടാണോ അതോ വ്യൂ ഇല്ലാത്താണോ എന്ന് ഐഡിയ ഇല്ല. അങ്ങൊന്നും എനിക്ക് ഇനി പോകാൻ വയ്യ. ഞങ്ങൾ ഇവിടെ റിലാക്സ് ചെയ്യാൻ വന്നവരാ. അതാ കയറി ഇരിക്കുക. നല്ല ഫീല് കേട്ടാ അല്ലേ ആ മിസ്റ്റ്. അടിപൊളി. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ മിസ്റ്റ് ഉള്ള വാഗമണിന്റെ ഫീലേ അതൊരു പ്രത്യേക ഫീല് തന്നെയാ. നല്ല തണുപ്പും. നമുക്ക് ജാനുവരിയിൽ ഒരു സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ട്, നടത്തണം. അന്തു വരുവോ? അന്തു ഇല്ലെങ്കിൽ ഒരു വൈബില്ലാന്ന്. പ്രേമിച്ചുകൊണ്ട് മല ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ തലകുത്തി വീണ് കഴിഞ്ഞാൽ ഞാനിവിടെ ഇട്ടിട്ട് പോകും. ആ വലിയ കാര്യങ്ങൾ എന്നാ റിവീൽ ചെയ്യുന്നേന്ന് പറ. ആ റിവീൽ എന്നുണ്ടാവും. കേട്ടോ ചമതോട്ടാ ആള്, ചമതോട്ടാ. റോഡിലൊക്കെ മിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, റൂമിൽ പോയി കുറച്ചേരം ഇരുന്നിട്ട് രാത്രിയിലത്തെ പരിപാടിക്ക് ഇറങ്ങാം. പക്ഷെ ഹോർലിക്സ് ഉണ്ട്. എനിക്ക് ഹോർലിക്സ്, ചൂട് ഹോർലിക്സ് ആണ്. പിന്നെയും ആക്ച്വലി എനിക്ക് തണുത്ത ഹോർലിക്സ് കിട്ടുന്നതാണ് ഇഷ്ടം. അത് കഴിക്കാം. പിടിക്കാം. കിടിലം പരിപ്പോടാ കേട്ടാ. നമ്മള് വിചാരിച്ചു സാധാരണ തണുത്തിരിക്കുന്നു, പക്ഷെ നല്ല എങ്ങനെ ഇത് മുരിച്ച് ഈ തണുപ്പത്ത് മുരിച്ചിരിക്കുന്ന ചേച്ചി? എന്താണ് എന്റെ സീക്രട്ട്? അത്രേ ഉള്ളൂ അല്ലേ? പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് അല്ല? എന്തിനും മുരിഞ്ഞിരിക്കുന്നേ. ചേച്ചി ഒറ്റയ്ക്കാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കട നോക്കുന്നത്. അപ്പൊ ഞങ്ങൾ അടുത്ത തവണ വരുമ്പോ ഞങ്ങൾ ഓർമ്മ വേണം. ഓക്കെ, ഞങ്ങൾ അടുത്ത തവണ ഇവിടെ തന്നെ വരും കേട്ടോ ചേച്ചി. ഓക്കെ, അപ്പൊ ബൈ ബൈ, താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് കുറച്ചു നേരം റൂമിൽ പോയി കപ്പലണ്ടി കഴിക്കാം. എനിക്ക് കുടിക്കാൻ പെപ്സി ഉണ്ട്, എനിക്ക് കുടിക്കാൻ വെള്ളമുണ്ട്. എവിടെ പോണെന്ന് പറഞ്ഞല്ലോ? എവിടെ? പീരിമേടാ? അവിടെ എന്തോ വാങ്ങാനുണ്ടെന്ന്. എന്തോ അവിടുന്ന് വാങ്ങണം, അതുകൊണ്ട് പീരിമേടി പോവാന്ന്. ഞാൻ പറഞ്ഞു നടക്കുന്ന കാര്യമല്ല. എന്റെ കോക്ക് 2 എണ്ണം ഉണ്ട് എന്റെ അകത്ത്. തിരിച്ച് നമ്മളിതേ റൂമിലേക്ക് എത്തി. ലുക്ക് അറ്റ് ദ വ്യൂ. എന്തൊരു മാജിക്കൽ പ്ലേസ്. ലിറ്ററലി ഐ ബീൻ ലക്കി ഇനഫ് ടു ട്രാവൽ ടു സോ മെനി പ്ലേസസ്, ബട്ട് ഇങ്ങനത്തെ ഒക്കെ ഒരു കാഴ്ച കാണുമ്പോൾ ജസ്റ്റ് ട്രൂലി ഫീൽ സോ സ്പെഷ്യൽ. വൈ കേരള സോ സ്പെഷ്യൽ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഞാൻ ഇതിന്റെ ടൈം ലാപ്സ് വീഡിയോ കൂടി ഉണ്ട്, അത് എങ്ങനെ വരും എന്ന് ഒന്ന് നോക്കട്ടെ. നല്ലതാണെങ്കിൽ അതും കൂടി ഒന്ന് ഇടാം. ഇവിടെ വന്ന് ഫുൾ വൈബും എക്സ്പ്ലോറേഷൻ ഒക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും, എസ്പെഷ്യലി ഞാൻ, നല്ല ഉറക്കമായിരുന്നു. തണുപ്പത്തൊന്നും ഇങ്ങനെ ഒന്നും ചെയ്യാതെ കിടന്ന് ഉറങ്ങാനുള്ള സുഖം ഉണ്ടല്ലോ. ഇനി രാത്രി നല്ല ഫ്രഷ് ആയിരിക്കും മിക്കവാറും കേട്ടാ. തണുപ്പുണ്ടോന്ന് നോക്കട്ടെ. നമുക്ക് ഓപ്പൺ കിച്ചണിലേക്ക് തന്നെ പോകാം, കാരണം രാത്രി എനിക്കൊന്ന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതാണ്. വലിയ തണുപ്പൊന്നും ഇല്ല, ബട്ട് ഗുഡ് ഡീസെന്റ് വെതർ. മൂന്നാർ അത്രയും തണുപ്പില്ല, പക്ഷെ നമ്മൾ ആ വൈകുന്നേരം ടൈമിൽ മിസ്റ്റ് ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇതൊക്കെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് അധികം ഒരു 3-4 കിലോമീറ്റർ എങ്ങനെയാ, എനിക്കത് വല്ല മെയിൻ ജംഗ്ഷൻ എത്തുമ്പോഴേ വല്ലതും കാണുള്ളൂ. ഭയങ്കര ഇരുട്ട്. നമ്മള് രാത്രി വെറുതെ ഞാൻ പറഞ്ഞ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വെള്ളച്ചാട്ടമൊക്കെ രാത്രി ഒരു തിരക്കും ഇല്ലാതെ കാണാൻ പറ്റും. അടുത്തേക്കൊന്ന് പോയി നല്ല തണുത്ത വെള്ളം അവിടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ മുഖത്തേക്ക് തെറിക്കും കേട്ടാ. ഒരു വൈബ് തന്നെയാണ് അല്ലേ? അന്തുവിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നല്ല കുറവാ. എന്തൊരു ഫീലാ. വലിയൊരു വാട്ടർഫോളൊന്നും മധുരംപള്ളിയൊന്നും അല്ലെങ്കിലും ആ തണുത്ത വെള്ളം ഇങ്ങനെ ഷവർ ചെയ്ത് മുഖത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല തണുത്ത കാറ്റും ബ്രീത്ത് ചെയ്യാനായിട്ട് അടിപൊളി. ഇനി കുറച്ച് നല്ല ചൂട് ഭക്ഷണം കൂടെ കഴിച്ചാ അപ്പൊ നമ്മളിതേ ഓപ്പൺ കിച്ചണിൽ വന്നിരിക്കുകയാണ്. രാത്രി നല്ല ആംബിയൻസ് ആണ് ഇവിടെ. ആക്ച്വലി EV ചാർജ് കൊണ്ട്, പക്ഷെ ഞങ്ങൾ 200 രൂപയ്ക്ക് പോലും ചാർജ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് വന്നു പോകണം അല്ലേ? ട്രാൻസ്പോർട്ടിന് ഞങ്ങൾ പൈസ കൊടുക്കുന്നതായിരിക്കില്ല. അതെ, വീട്ടിലും സോളാർ ആയതുകൊണ്ട് കാർ ചാർജിങ്ങിന് പൈസയൊന്നും ഇല്ല. സോ ഫ്രീ ആയിട്ട് വാഗമൺ വന്നു പോവാം.
ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് വരാം അല്ലേ, ഒരു ദിവസത്തേക്കൊക്കെ ആണെങ്കിലും. ഈസി അല്ലേ? ആ റോഡും നല്ലതാണല്ലോ, നല്ല റോഡുമാണ്, നല്ല നല്ല വെതറും ഉണ്ട്. സ്റ്റേ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് ഒന്ന് പോയി കുറച്ച് പയ്യെ ഇരുന്ന് 1-2 മണിക്കൂറൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് കഴിക്കാം. ഇവിടെ അത്രയൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ വന്നതാണ്, പക്ഷെ ദിസ് ലുക്സ് റിയലി ഗുഡ്. ഒരു പിസ്സ ഹട്ട് ആ ലെവൽ സാധനങ്ങളൊക്കെയാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇത് ചീസ് ഗാർലിക് ബ്രെഡ് ആണ്. ഇതില് സ്റ്റാർട്ടർ ആയിട്ട് ഓർഡർ ചെയ്ത 3 സ്റ്റാർട്ടർ ഓർഡർ ചെയ്തു. ഇനി ഇതിന് മെയിൻ കോഴ്സ് എങ്ങനെ ഓർഡർ ചെയ്യാൻ എടുത്ത് കഴിക്കും. ഇതിന്റെ ഗുണം എന്താ അറിയോ, ജെഫ്രി മട്ടിക്കും, ഭയങ്കരമായിട്ട് മട്ടിക്കും. ഇതൊരു 2-3 കഴിച്ചു കഴിഞ്ഞാൽ ജെഫ്രിന്റെ ചീസും മധുരം ഒരു ലിമിറ്റ് കഴിച്ചാൽ പറ്റില്ല. അതെ, പിച്ചാട്ടി കിട്ടുന്നതിനെക്കാട്ടി നല്ലത്. ഇത് ഹണി ഗ്ലേസ് ചിക്കനും ഇത് BDF. BDFിന്റെ മുകളിലുള്ള എന്താ, സവാളയും BDF ആണോ? സവാളയും ഫ്രൈയാ? അങ്ങനെയുണ്ട്. ഡിഫറെന്റ് അല്ല, അത് കൊള്ളാലോ, ഒരു അമേരിക്കൻ സ്റ്റൈലാണല്ലോ. ഓണിയൻ റിങ്സ് പോലത്തെ ഒക്കെ സാധനം കിട്ടുന്നുണ്ട് ഇവിടെ. BDFിന്റെ മസാലയും മുക്കിയെടുത്ത ഓണിയൻ കൊള്ളാം. BDF നോക്കട്ടെ, നല്ല തണുത്ത കാറ്റുണ്ട്. സാധാരണ നമുക്കറിയാം BDF കഴിച്ചു കഴിഞ്ഞാൽ മിക്കടുത്ത് ഹാർഡായിരിക്കും, കുറേ നേരം ചമയ്ക്കണം. ഇതങ്ങനെയല്ല, വെളിയിൽ ക്രിസ്പി, അകത്ത് ഭയങ്കര സോഫ്റ്റും. അതെങ്ങനെയാ അവർ ചെയ്തത്? ഓളോലോ നന്നായി വെന്തിട്ടുമുണ്ട്. അടിപൊളി വീഡിയോ. ഫുഡ് വിചാരിച്ചതിനും കാട്ടി അടിപൊളി. പക്ഷേ ഈ ഓപ്പൺ കിച്ചൺ നിങ്ങൾ 24 hours ഉണ്ടെങ്കിലും ഇവിടെ ചെറിയൊരു ഏരിയ മാത്രമേ 24 hours ഉള്ളൂ. മെയിൻ ഫുഡൊക്കെ 11 o'clock ആകുമ്പോൾ തരും. പിന്നെ മാഗി, സാൻഡ്വിച്ചസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ 24 hours ആയിട്ട് കിട്ടും. ഓംലെറ്റ്, ചായ, കോഫി, അതൊക്കെ 24 hours കിട്ടും. ഇത് ഇവരുടെ ഹണി ചില്ലി ചിക്കൻ നോക്കട്ടെ, ഹണി ഗ്ലേസ് ചില്ലി ചിക്കൻ ആണ്. ഓക്കെ അല്ല, മോർ ദാൻ ഓക്കെയാണ്. കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്, പക്ഷേ സ്വീറ്റ്, ഇറ്റ് സോസി, ഉപ്പിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഫൈനലി കുറച്ച് തന്തൂരി ചിക്കനും നാനും, ഒരു ഹാഫ് തന്തൂരി ചിക്കനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ അവർ കുറേ ഡിപ്പും തന്നിട്ടുണ്ട്, കുറച്ച് സാലഡും തന്നിട്ടുണ്ട്. ഓ, ഈ തണുപ്പത്തൊക്കെ ഇതൊക്കെ ഈ ഉണങ്ങിയിരിക്കാൻ ഭയങ്കര സാധ്യതയാണ്, പക്ഷെ ഒന്നും ഡ്രൈഡ് ഔട്ട് ആയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഓപ്പൺ കിച്ചൺ രണ്ടും ഒന്നിനൊന്നിനും മെച്ചമാണ്. നമ്മുടെ പരിപ്പോടെ നല്ല അടിപൊളി, വെതറും അടിപൊളി, ഫുഡ് അടിപൊളി, താമസം ഇസ് ഗുഡ് ആൻഡ് വാഗമൺ ഇസ് എ ഫ്രീ. വയറ് നിറച്ച് അത് കഴിച്ചില്ലല്ലോ, അതിവിടെ ഇരിക്കാമല്ലോ. ബനോഫെ പൈ അല്ലേ? സോ നോക്കട്ടെ, ബനോഫെ പൈ. ഇത് ആക്ച്വലി ബനോഫെ പുഡിംഗ് പോലെയാണ്. ക്രീം, ബനാനാസ്, കാരമൽ, ചോക്ലേറ്റ്. ജഫറിന് ടോട്ടൽ ഔട്ടായി. ബനോഫെ പൈ ഒന്നല്ല. ബനോഫെ പൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റാണ്, പക്ഷെ ഒരു ബനാന ബേസ്ഡ് ഡിസേർട്ടിന് ഇറ്റ് ഇസ് നൈസ്. സോ കുറച്ച് കാരമൽ, ക്രീം, കുറച്ച് കേക്ക് ഉണ്ട്, ഫ്രഷ് ബനാനാസും ഉണ്ട്. എന്നാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. എന്നാ സന്തോഷിച്ചിരിക്കുമായിരുന്നു, പല്ല് കേൾക്കണ്ടെന്ന് വിചാരിച്ചു. ടൂത്ത് പേസ്റ്റ് കിട്ടി, അല്ല ബ്രഷ് കിട്ടി. എനിക്ക് വേണ്ട, ഞാനും കൊണ്ടുവന്നില്ല. ഞാൻ ഇവിടെ എല്ലാം കിട്ടുമെന്ന് വിചാരിച്ചു. പേസ്റ്റ് ഉണ്ട്, ടവലുണ്ട്, ടൂത്ത് ബ്രഷ് ഇല്ല, സോപ്പും ഉണ്ട്. നമ്മളെ ഇടയ്ക്ക് വഴിയൊക്കെ തെറ്റിപ്പോയ ഇത് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്, ഇപ്പം ഒരു പ്രേതം വന്നാ അതെ, അത്ര ഇരുട്ട്. ഭയങ്കര പേടിയാ, അല്ലെങ്കിൽ ഇപ്പൊ ഫുള്ളായിട്ട് ഗ്യാസ് ട്രബിൾ ആയിട്ടിരിക്കുക. അതിന്റെ ഓർഡറിങ് കൂടെ വന്നു കഴിഞ്ഞാലോ. അങ്ങനെ തിരിച്ച് റൂമിലെത്തി. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട്, അന്നും ഉണ്ടായിരുന്നെങ്കിൽ 4 മണി വരെ ഇരിക്കും. ഇപ്പൊ അന്നും ഇല്ലാത്തതുകൊണ്ട് അരമണിക്കൂറിൽ എല്ലാവരും കിടന്നുറങ്ങും. അതാണ് ഇവിടുത്തെ സംഭവം. ആരും ഉറങ്ങാൻ സമ്മതിക്കില്ല. പിന്നെ വയ്യ, രാത്രി സിനിമ കാണാന്നൊക്കെ പറഞ്ഞത് ഐപാഡൊക്കെ തുറന്നു വെച്ചിട്ട് എന്നിട്ട് ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ. ഓരോ സിനിമ പറയുമ്പോഴത്തേക്കും അത് കാണാൻ പറ്റില്ല, ഇപ്പൊ ഉറങ്ങൂല. നല്ല പടം എന്തെങ്കിലും കാണണം.
നല്ല പടല്ലേ പറഞ്ഞേ. അന്ന് എന്തായാലും കാണാം. അതിനേക്കാൾ എന്നൊക്കെ കണ്ട തഗ് ലൈഫ് ഇന്ത്യൻ അതൊക്കെ ഇതിലൊരു കണ്ട പടം. എന്നാ രാവിലെ എഴുന്നേറ്റ് നമുക്ക് വ്യൂ പോയിന്റ് കാണാം. അതായിരിക്കും. അപ്പൊ ഗുഡ് നൈറ്റ്. രാവിലെ എണീക്കോ? സോ ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ 1 ഡേ ഇൻ വാഗമൺ കഴിഞ്ഞിരിക്കുവാണ്. ഇവിടെ ഹോം സ്റ്റേയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. സോ ബ്രേക്ക്ഫാസ്റ്റ് വ്യൂവും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ആൻഡ് അതിനെ കാട്ടി അടിപൊളി എന്താ അറിയോ, ലുക്ക് വ്യൂ. ഇവിടുന്ന് തന്നെ വ്യൂ. നിങ്ങൾ രാവിലെ എഴുന്നേക്കാൻ റെഡി ആണെങ്കിൽ ഇത് തുറന്നിരുന്നു കഴിഞ്ഞാൽ ബെഡിൽ നിന്ന് തന്നെ സൺറൈസ് കാണാം. ഈസി ആയിട്ട് കാണാം. ഓക്കെ, സോ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുണ്ട്, പഴമുണ്ട്, മുട്ടക്കറിയും ഉണ്ട്. അവിടെ റെഡി ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. സോ അപ്പം അല്ല സോറി, പുട്ട്, മുട്ടക്കറി, ഏത്തപ്പഴം, ചായ പോരെ. ഓക്കെ, അത് രാവിലെ കുടിച്ചല്ലേ. സോ ഒരു ചെറിയ, നമ്മുടെ ഏറ്റവും ചെറിയ ട്രിപ്പായിരുന്നു ഇതുവരെ നമ്മൾ പോയില്. ആദ്യമായിട്ട് ഒരു 1 നൈറ്റിന് വേണ്ടി പോകുന്നത്. പക്ഷെ ശരിക്കും എൻജോയ് ചെയ്തു. അതിന്റെ ഒരു കുറവ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും കുറവായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബേസിക്കലി കഴിക്കാനുള്ള സ്ഥലങ്ങൾ, താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഇഫ് യു ഗൈസ്, അതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ. തൃശ്ശൂർ വരണം കേട്ടോ. ഓഗസ്റ്റ് 30, 31 റാഡിസണിൽ എക്സിബിഷൻ നടക്കുവാണ് നമ്മുടെ. സോ എല്ലാരും വരണം. അവിടെ സ്പെഷ്യൽ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഒരാൾ നിൽക്കുന്നുണ്ടായിരിക്കും.